സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മാക്രോണി വെച്ച് ഒരു വിഭവം ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1.5 കപ്പ് മാക്രോണി, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ പാസ്ത മസാല ഇല്ലെങ്കിൽ ഗരം മസാലയായാലും മതി, 1/2 ടീസ്പൂൺ ഉപ്പ് നോക്കി ഇടാം, 250 ഗ്രാം ചിക്കൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ മൈദപ്പൊടി, 1/2 കപ്പ് പാല്, 1 ടീസ്പൂൺ ചീസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സേഷ്വാൻ സോസ്. ഇനി നമുക്ക് മാക്രോണി ഉണ്ടാക്കാം. അതിന് ആദ്യം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ചിക്കൻ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടിയും ഇട്ട് ഉപ്പുമിട്ട് കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം 3 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. 1 സവോള, കുറച്ച് മല്ലിയിലയും 1/2 കഷ്ണം കാപ്സിക്കവും വേണം. ഈ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട് ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഇട്ടാൽ മതി. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റായി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എടുത്ത് സോഫ്റ്റായോ എന്ന് നോക്കുകയും വേണം. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളയാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്താൽ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇതേ രീതിയിൽ ആകും. പാനിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഒതുക്കിയത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം. ഇതിലിട്ട ചിക്കനിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ചിക്കൻ ഇഷ്ടപ്പെടാത്തവർ
പനീർ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. പനീർ വെച്ച് ഉണ്ടാക്കുമ്പോൾ പനീർ ഫ്രൈ ചെയ്താണ് ഇടേണ്ടത്. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി വെള്ളം ഊറ്റിവെച്ച മാcaroni ഇട്ട് കൊടുക്കാം. മസാല എല്ലാ സ്ഥലത്തും എത്തേണ്ട രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി കാപ്സിക്കം മുറിച്ചത് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇടാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് എല്ല് മാറ്റിയ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ചീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് തിന്നാൻ നല്ല സ്വാദാണ്. പക്ഷേ എപ്പോഴും ഉണ്ടാക്കി കഴിക്കരുത്. ഇടയ്ക്ക് മാത്രമേ ഉണ്ടാക്കി കഴിക്കാവൂ. ആരോഗ്യത്തിന് ഇത് അധികം നല്ലതല്ല. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ ബട്ടറുമാണ് ഇട്ടത്. ഇനി ഇത് നല്ലതുപോലെ ആയി വരുമ്പോൾ നല്ല മണം വരും. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. വൈറ്റ് സോസ് റെഡിയായി.
ഇതെടുത്ത് മാക്കറോണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയില പുറത്ത് വിതറിയിടാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.